സ്പാനിഷ് ഫുട്ബോളിലെ ബദ്ധവൈരികളാണ് എസ്പാനിയോളും ബാർസലോണയും. കാറ്റാലൻ ഡെർബിയിൽ ഈ ടീമുകളുടെ വലിയ വൈര്യം കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. ബാർസയുടെ നിലവിലെ ഗോൾ കീപ്പറാകട്ടെ ജോൺ ഗാർഷിയ മുൻ എസ്പാനിയോൾ താരമായിരുന്നു. ബാർസലോണയിൽ ചേക്കേറിയത് മുതൽ വലിയ പ്രതിഷേധം താരത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെയും താരത്തിനെതിരെ വലിയ മുദ്രാവാക്യങ്ങൾ ഗാലറിയിൽ നിറഞ്ഞു മുഴക്കുന്നുണ്ടായിരുന്നു. എൽ ക്ലാസിക്കോയ്ക്ക് ശേഷം ഏറ്റവും ആവേശകരമായ ഡെർബിയാണ് ഈ കാറ്റാലൻ ഡെർബി. അതെ, എസ്പാനിയോൾ വേഴ്സസ് ബാർസലോണ. ഇത് വെറും ഒരു 3 പോയിന്റിന്റെ പോരാട്ടമല്ല. ഇത് അഭിമാനത്തിന്റെ, വൈര്യത്തിന്റെ, വഞ്ചനയുടെ തിരിച്ചുവരവിന്റെ കഥയാണ്. എസ്പാനിയോളിന്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ, ഒരിക്കൽ ഈ മൈതാനം, ഈ ഗാലറി, ഈ ആരാധകർ അവനെ സ്വന്തക്കാരനായി കണ്ടവരായിരുന്നു. പക്ഷേ അവൻ എതിരാളികളായ FC ബാർസലോണയിലേക്ക് ചേർന്ന നിമിഷം മുതൽ ട്രൈറ്റോർ, ജുഡാസ് എന്ന് വിളിച്ച് അവനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരുന്നു. അതെ, ഇന്നത്തെ മത്സരത്തിലും ആ വിളികൾ കേൾക്കാമായിരുന്നു. മത്സരം തുടങ്ങും മുമ്പ് സ്റ്റേഡിയം മുഴുവൻ മുദ്രാവാക്യങ്ങളാൽ നിറഞ്ഞിരുന്നു. ഓരോ പാസ് ബാർസലോണ ഇടുമ്പോഴും ഓരോ ടച്ചിലും ഗാർഷ്യയെ മാത്രം ലക്ഷ്യമിട്ട് ആ വിളികൾ പരന്നു കേൾക്കാമായിരുന്നു. അങ്ങനെ എസ്പാനിയോൾ വൈരാഗ്യത്തോടെ മത്സരം തുടങ്ങി. ഹൈ പ്രസ്സിങ്ങും ഹാർഡ് ടാക്ലിങ്ങുകളും കാണാമായിരുന്നു. ബാർസക്ക് പന്ത് പിടിച്ചു നിൽക്കാൻ പോലും എളുപ്പമല്ലായിരുന്നു. ഓരോ ക്ലിയറൻസിലും ഓരോ ഇന്റർസെപ്ഷനിലും ഗാലറി കൂടുതൽ ചൂടായി. പക്ഷേ ഗാർഷ്യയുടെ മുഖത്ത് ഒരു പ്രതികരണവും ഇല്ലായിരുന്നു. അവനത് കേട്ട് മൗനമായി നിന്നു. ബാർസ അണിനിരത്തിയത് മികച്ച സ്ക്വാഡ് തന്നെയായിരുന്നു. ഡിഫൻസിൽ ബാൾഡയും മാർട്ടിനും കുബാർസിയും കൗണ്ടയും, മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ എറി ഗാർഷ്യയും ഡിയോങ്ങും, ഇനി ഫോർവേഡിലേക്ക് വരികയാണെങ്കിൽ ലാമിൻ യമാലും റാഷ്ഫോർഡും ഫെറാൻ ടോറസും റാഫിനിയും. മത്സരത്തിന്റെ 2ാം മിനിറ്റിൽ തന്നെ ലാമിൻ യമാലിന്റെ ക്രോസിൽ നിന്ന് ഫെറാൻ ടോറസിന് ഗോളടിക്കാൻ ഒരു സുവർണാവസരം ലഭിച്ചതായിരുന്നു. എന്നാൽ ഫെറാന് വിചാരിച്ച പോലെ ആ പന്ത് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇല്ലെങ്കിൽ 2ാമത്തെ മിനിറ്റിൽ തന്നെ ബാർസലോണക്ക് ഗോൾ സ്കോർ ചെയ്യാമായിരുന്നു. മത്സരത്തിന്റെ 19ാം മിനിറ്റിൽ എസ്പാനിയോളിന്റെ ഒരു കൗണ്ടർ അറ്റാക്ക് വരികയാണ്. മധ്യനിരയിൽ നിന്ന് ബാർസലോണയുടെ ഹൈലൈനിനെ ഭേദിച്ചുകൊണ്ട് റോബർട്ടോ ഫെർണാണ്ടസിലേക്ക് ഒരു മനോഹരമായ പാസ് എത്തുന്നു. പന്ത് സ്വീകരിച്ച ഫെർണാണ്ടസ് ബോക്സിലേക്ക് ഒറ്റയ്ക്ക് മുന്നേറുന്നു. മുമ്പിലുള്ളത് ബാർസലോണയുടെ ഗോൾ കീപ്പർ ജോൺ ഗാർഷിയ മാത്രമായിരുന്നു. എന്നാൽ മനോഹരമായൊരു സേവിലൂടെ ബാർസലോണയെ ജോൺ ഗാർഷിയ രക്ഷപ്പെടുത്തുകയാണ്. മത്സരത്തിന്റെ 27ാം മിനിറ്റിൽ ലാമിൻ യമാൽ ഒരു കർവിംഗ് ഷോട്ട് എടുക്കുന്നുണ്ട്. എന്നാൽ ഗോൾ പോസ്റ്റിന്റെ നേരിയ വ്യത്യാസത്തിൽ ആ പന്തും പുറത്തേക്ക് പോകുന്നു. എന്നാൽ ഇവിടെയാണ് എസ്പാനിയോൾ ആരാധകരുടെ ചീത്തവിളിക്കും കൂവിവിളിക്കും വിമർശനങ്ങൾക്കും ജോൺ ഗാർഷിയ എന്ന ബാർസൻ ഗോൾ കീപ്പർ ഒരു ഒന്നൊന്നര മറുപടി കൊടുത്തത്. എസ്പാനിയോൾ താരം റൊമേറയുടെ ഹെഡർ ഒരു പറക്കും സേവിലൂടെ ആ പന്തിനെ ഗാർഷിയ സേവ് ചെയ്ത് ബാർസലോണയെ രക്ഷിക്കുന്നു. മത്സരം ആക്രമണവും പ്രത്യാക്രമണവുമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ മത്സരത്തിന്റെ 63ാം മിനിറ്റിൽ വീണ്ടും ഒരു അത്ഭുതകരമായ സേവിലൂടെ ജോൺ ഗാർഷിയ ബാർസലോണയെ വീണ്ടും രക്ഷിക്കുകയാണ്. ഫെർണാണ്ടസ് എന്ന താരം പന്തുമായി ബോക്സിലേക്ക് കുതിച്ച് ഗോൾ കീപ്പറെയും കബളിപ്പിച്ച് ഗോൾ സിമ്പിളായി ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. എന്നാൽ അവിടെയാണ് ജോൺ ഗാർഷിയ എന്ന ഗോൾ കീപ്പർ തൻ്റെ നീളം കൈക്കൊണ്ട് ആ പന്തിനെ തട്ടിയിട്ട് രക്ഷകനാകുന്നത്. എസ്പാനിയോ ആരാധകർക്ക് സ്വന്തം മൈതാനത്ത് ഗാർഷിയ മറുപടി നൽകുകയാണ്. അവരോട് പറയാതെ പറയുകയാണ്, എൻ്റെ മറുപടി വായ കൊണ്ടല്ല, പകരം പ്രകടനം കൊണ്ടാണ്. മത്സരത്തിന്റെ 65ാം മിനിറ്റിൽ റാഫിഞ്ഞയ്ക്ക് പകരം ഡാനി ഓൾമോ മൈതാനത്തേക്ക് വരുന്നു. മത്സരത്തിന്റെ 75ാം മിനിറ്റിൽ റൊമേറയുടെ ഒരു കർവിംഗ് ഷോട്ടും ഗാർഷിയ തടുത്തിടുന്നുണ്ട്. അങ്ങനെ ഗോൾ രഹിതമായി മത്സരം 85ാം മിനിറ്റിലേക്ക് കടക്കുകയാണ്. എന്നാൽ 85ാം മിനിറ്റിൽ ഫെർമിൻ ലോപ്പസിന്റെ മനോഹരമായ പാസ് സ്വീകരിച്ചുകൊണ്ട് ഒട്ടും ലാഗടിപ്പിക്കാതെ ഒരു ഫസ്റ്റ് ടൈം ഷോട്ട് ഗോൾ പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് അയാൾ പന്തിനെ കർവ് ചെയ്ത് പ്ലേസ് ചെയ്യുന്നു. വാട്ട് എ ഗോൾ! വീണ്ടും 89ാം മിനിറ്റിൽ ഫെർമിന്റെ ഒരു മുന്നേറ്റം കാണാം. ഇത്തവണ ബോക്സിലെത്തി ഫെർമിൻ ഒരു കട്ട് പാസ് ലെവൻഡോസ്കിക്ക് കൈമാറുന്നു. ലെവൻഡോസ്കി ആകട്ടെ ഗോളും സ്കോർ ചെയ്യുന്നു. ബാർസലോണ 2 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ഒടുവിൽ മത്സരം അവസാനിക്കുന്നു. ബാർസലോണ ജയിക്കുകയാണ്. ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ജോൺ ഗാർഷിയ എന്ന ഗോൾ കീപ്പറുടെ പ്രകടനം തന്നെയാണ്. എസ്പാനിയോൾ ആരാധകരുടെ ചീത്തവിളിയും തെറിയും കേട്ട് ബാർസൻ ഗോൾ വലക്ക് മുമ്പിൽ അയാൾ ഒരു മായാജാലം തീർക്കുകയായിരുന്നു. ഒടുവിൽ അയാളുടെ ആ മാന്ത്രിക പ്രകടനത്തിന് മുമ്പിൽ ബാർസലോണ നേടിയത് വിലപ്പെട്ട 3 പോയിന്റുകളാണ്.